ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലാണെങ്കിൽ നമ്മുടെ ശിവനന്ദയെ കാണാനായിട്ട് ശർമിള ആൻറ്റിക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ശർമിള ആൻറ്റി കാണുന്നതും നമ്മുടെ ശിവനന്ദയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അത് മുഖത്ത് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശിവനന്ദയോട് ശർമിള ചോദിക്കുന്നുണ്ട്, ഈ കൊച്ചിന്ന് നാട് വിട്ടുപോകാൻ വേണ്ടിയിട്ട് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും പറ മോളെ, ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുമ്പം അമ്പനാട്ട് വിക്രമൻ്റെ രാഷ്ട്രീയ പതനം അത് കാണാതെ ഈ കൊച്ചിന്നല്ല കേരളം വിട്ടു പോത്തില്ലെന്നും പറഞ്ഞ് ശിവനന്ദ കലിയോടെ പോകുന്നത് കണ്ട് ശർമിളയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ ശിവനന്ദയുടെ ഈ കൂടിക്കാഴ്ച ആരോ ഫോട്ടോ എടുത്ത് നമ്മുടെ വിക്രമന് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹരിത തന്നെയാണ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. ഹരിതയ്ക്ക് ആരാണ് ആ ഫോട്ടോ എടുത്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഹരിത നേരിട്ട് ഫോട്ടോ എടുത്തിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും വിക്രമൻ പറയുന്നു, ഈ ഒരു ഫോട്ടോ കണ്ടിട്ടും ശർമിളയോട് ചോദിക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് രാഹുലും ശർമിളയും വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് വിക്രമനും ഹരിതയും കൂടി ശിവനന്ദയെ കണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യുന്നുണ്ട്. വർഷയാണെങ്കിൽ നമ്മുടെ വിവേകിനെ തെറ്റിദ്ധരിച്ചിട്ട് പോലീസിന് മൊഴിയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ സ്റ്റേഷനിൽ വെച്ച് വിവേകിൻ്റെയും പാച്ചുവിൻ്റെയും നിരപരാധിത്വം നമ്മുടെ CA സാറിന് മനസ്സിലാകുന്നു. അപ്പം വിവേക് ഒരാവശ്യം പറയുന്നു, അവളെ രക്ഷിക്കാൻ പോയിട്ട് ആ മാനസിക രോഗിയായ പെണ്ണ് എന്നെ തന്നെ കൊടുക്കാൻ നോക്കി. ആ മാനസിക രോഗിയുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ കൊടുക്കണോ വേണ്ടിയോ എന്നാലോചിച്ച് നിൽക്കുന്ന CA സാറിനെയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും വർഷ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്ന ആ സമയത്ത് വിവേക് എന്തായാലും വർഷയെ വെറുതെ വിടുമെന്ന് തോന്നില്ല. ഇവർ ശരിക്കും തല്ലുകൂടാനുള്ള എല്ലാ ചാൻസും തെളിയുന്നു. വസുന്ധരെ അറിയിക്കാതെ വിവേക് തന്നെ വർഷ കാണിച്ച ഈ മണ്ടത്തരത്തിനുള്ള കൂലി കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ കൂട്ടുകാരെ.